നിങ്ങളുമായിട്ടുള്ള ജീവിതം, ഒരുമിച്ചുണ്ടായിരുന്ന ജീവിതമൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ആരും ഇല്ല. മനസ്സിലായി? ഈ പറഞ്ഞവരൊക്കെ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവര് പോയി. അപ്പൊ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന് വെക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയാല് അവരുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കുമല്ലോ. അപ്പൊ അവർക്കും വലിയ വിലയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു വിവാഹം കഴിച്ച ഒരാളുടെ കൂടെ പോയി, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് നമ്മള് അവരുടെ കൂടെ ജീവിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിക്കോണം എന്നാണ് മിക്ക ഫാമിലിയും വിചാരിക്കുന്നത്. തിരിച്ച് നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കുന്ന അന്ന് തുടങ്ങും അവരുടെ ആദി. ഇതെന്ത് ചെയ്യും, ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കും, ഇവളുടെ അല്ലെങ്കിൽ ഇവന്റെ ചെലവ് ഞങ്ങള് തീർത്തതാണല്ലോ, ഇനിയിപ്പോ തിരിച്ചു വന്നാൽ പണിയാവുമോ എന്നൊക്കെ ഒരു ചിന്ത മിക്ക ഫാമിലിക്കും ഉണ്ടാവും. അവർ പറയില്ലായിരിക്കാം. കാരണം മിക്ക ഫാമിലികളും ഒരു കല്യാണം നടത്തുന്നത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടും മറ്റുള്ളവരുടെ വീടുകളിൽ നിന്ന് കടം എടുത്തിട്ടൊക്കെ ആയിരിക്കും. എല്ലാവരും അത്ര വലിയ പൈസക്കാരൊന്നുമല്ല. അപ്പൊ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ദൈവം വഴക്കിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു പറയുമ്പോ